എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് MCQ ഫോർമാറ്റിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മൾ ഓരോ ക്വസ്റ്റിന്റെ കൂടെ തന്നെ നമ്മൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എക്സ്ട്രാ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫസ്റ്റ് കൺട്രി ടു ലോഞ്ച് COVID-19 വാക്സിൻ ഫോർ ആനിമൽസ്? അതായത് മൃഗങ്ങൾക്ക് വേണ്ടി COVID-19 വാക്സിൻ ലോഞ്ച് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രം. 4 ഓപ്ഷൻസ് ആണ്: USA, ചൈന, റഷ്യ, ഇന്ത്യ. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് റഷ്യയാണ്. റഷ്യ തന്നെയാണ് ആദ്യത്തെ COVID-19 വാക്സിൻ സ്പുട്നിക് റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ COVID-19 വാക്സിൻ ഫോർ ആനിമൽസും ആദ്യമായിട്ട് റിലീസ് ചെയ്തത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത് റഷ്യയാണ്. സോ നമുക്ക് ഈ COVID-19 വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സോ വാക്സിൻ എടുക്കുന്നത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് COVID-19 വാക്സിൻ ഗിഫ്റ്റ് സ്കീം ലോഞ്ച് ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് നമുക്ക് നോക്കാം. COVID-19 വാക്സിൻ ഗിഫ്റ്റ് സ്കീം ലോഞ്ച് ചെയ്ത സംസ്ഥാനം എന്ന് പറയുന്നത് UP ആണ്. ഇത് നമ്മുടെ സെക്കൻഡ് വേവിന് സമയത്താണ് വാക്സിന്റെ ഉപയോഗം, അല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്നത് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് സ്കീം പോലെ UP ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു പർട്ടിക്കുലർ സ്കീം. എന്ന് പറയുന്നത് നമ്മൾ വാക്സിൻ എടുത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ലക്കി ഡ്രോ പോലെ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്കീമാണ്. സോ അതുപോലെ തന്നെ നമുക്ക് വാക്സിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പേരിൽ ഒരു റെക്കോർഡുണ്ട്. അതായത് ഒറ്റ ദിവസം 25 മില്യൺ വാക്സിൻ ഒറ്റ ദിവസം എടുത്ത് വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ രാഷ്ട്രമാണ്. 25 മില്യൺ വാക്സിൻ ഡോസസ് ഇൻ വൺ സിംഗിൾ ഡേ. ഏത് ദിവസം നോക്കുവാണെങ്കിൽ സെപ്റ്റംബർ 17 സെപ്റ്റംബർ 17, 2021 ആ ഒരു വേൾഡ് റെക്കോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഈ സെപ്റ്റംബർ 17 എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ആണ്. സോ അന്നാണ് നമ്മൾ ഈ പറയുന്ന വേൾഡ് റെക്കോർഡ് നമ്മൾ കരസ്ഥമാക്കിയത്. ഇതിനു മുമ്പുള്ള വേൾഡ് റെക്കോർഡ് 15 മില്യൺ വാക്സിൻ ഡോസസ് ഇൻ വൺ സിംഗിൾ ഡേ എന്ന വേൾഡ് റെക്കോർഡ് നമ്മൾ ആദ്യം സ്ഥാപിച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ റെക്കോർഡ് തന്നെ വീണ്ടും നമ്മൾ തിരുത്തി എഴുതുകയാണ് ചെയ്തത്. സെപ്റ്റംബർ 17, 2021 തിരുത്തി എഴുതുകയാണ് ചെയ്തത്. സോ ഇപ്പോഴത്തെ വേൾഡ് റെക്കോർഡ് നമ്മൾ ഇന്ത്യക്കാണ്. 25 മില്യൺ വാക്സിൻ ഡോസസ് ഇൻ സിംഗിൾ ഡേ സെപ്റ്റംബർ 17, 2021. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനോട് നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ നമുക്ക് വേറെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പഠിച്ചു പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് ദ നെയിം ഓഫ് നാസ എക്സ്റേ ടെലിസ്കോപ്പ് വിച്ച് റീസെന്റ് ഡിറ്റക്റ്റഡ് എക്സ്റേസ് എമിറ്റഡ് ഫ്രം യുറാനസ്? നമ്മുടെ യുറാനസ് പ്ലാനറ്റിൽ നിന്നും എക്സ്റേ ഡിറ്റക്ട് ചെയ്ത നാസയുടെ ടെലിസ്കോപ്പിന്റെ പേരെന്താണ്? അപ്പൊ ഈയിടെയാണ് ഈ പറയുന്ന ടെലിസ്കോപ്പ് യുറാനസിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുത്ത എക്സ്റേസ് ഡിറ്റക്ട് ചെയ്തത്. സോ അതിന്റെ പേര് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്. 4 ഓപ്ഷൻസ് ആണ്. ഇന്ത്യൻ പേരാണ് ആക്ച്വലി. വിക്രമ, ചന്ദ്ര, ആര്യഭട്ട, കൽപ്പന. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ചന്ദ്രയാണ്. നാസ ചന്ദ്ര എക്സ്റേ ടെലിസ്കോപ്പ് ആണ് ഈ പറയുന്ന എക്സ്റേസ്, യുറാനസിൽ നിന്നും വന്ന എക്സ്റേസ് ഡിറ്റക്ട് ചെയ്തത്. ചന്ദ്ര എക്സ്റേ ടെലിസ്കോപ്പ് എന്ന് പറയാം. സോ ഇതിൽ നമുക്ക് കൂടുതൽ നമ്മൾ പറയുന്നില്ല. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നേരെ കടക്കുവാണ്. എ ബാക്ടീരിയ റീസെന്റ് ഫൗണ്ട് ഇൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വാസ് നെയിംഡ് ആഫ്റ്റർ റിനോൺ ഇന്ത്യൻ സയന്റിസ്റ്റ്. ഒരു ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ പേരിലാണ് ഈയിടെ കണ്ടുപിടിക്കപ്പെട്ട ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതായത് ISS കണ്ടുപിടിക്കപ്പെട്ട ഒരു ബാക്ടീരിയക്ക് ഈ ഒരു ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. സോ 4 ഓപ്ഷൻസ് ഉണ്ട്. സോ ആ ബാക്ടീരിയയുടെ പേര് എന്ന് പറയുന്നത് മിഥൈലോ ബാക്ടീരിയം അജ്മലി എന്നാണ് ആ ബാക്ടീരിയക്ക് കൊടുത്തിരിക്കുന്ന പേര്. മിഥൈലോ മിഥൈലോ ബാക്ടീരിയം. മിഥൈലോ ബാക്ടീരിയം അജ്മലി എന്നാണ് ആ ബാക്ടീരിയക്ക് കൊടുത്തിരിക്കുന്ന പേര്. ഇതാണ് മിഥൈലോ ബാക്ടീരിയം എന്ന ഒറ്റ വേർഡാണ്. ഞാൻ അവിടെ സ്പേസ് ഇല്ലാത്തതാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് അജ്മലി, AJMALI. സോ മിഥൈലോ ബാക്ടീരിയം അജ്മലി എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. സോ ഇതിൽ നമുക്ക് ഈ സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അജ്മൽ ഖാൻ എന്ന ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ പേരാണ് ഈ പറയുന്ന ബാക്ടീരിയക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അജ്മൽ ഖാൻ.
സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. Who recently became India's youngest female pilot at the age of 25? 25-ാമത്തെ വയസ്സിൽ ഇന്ത്യയുടെ ഏറ്റവും യങ്ങസ്റ്റ് ഫീമെയിൽ പൈലറ്റായിട്ട് ആ റെക്കോർഡ് കരസ്ഥമാക്കിയ വനിതയുടെ പേരാണ് നമുക്ക് അറിയേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഐഷ അസീസ് ആണ്. ഐഷ അസീസ്. ഈ ഐഷ അസീസ് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നുള്ള വനിതയാണ്. ഇവരാണ് ഇന്ത്യസ് യങ്ങസ്റ്റ് ഫീമെയിൽ പൈലറ്റ് എന്ന ആ ഒരു പർട്ടിക്കുലർ റെക്കഗ്നിഷൻ കരസ്ഥമാക്കിയത്. ഈയിടെയാണ് കരസ്ഥമാക്കിയത്. സോ ബാക്കി 4 ഓപ്ഷൻസ് വളരെ പ്രധാനപ്പെട്ട ബാക്കി 3 ഓപ്ഷൻസ് വളരെ പ്രധാനപ്പെട്ട 3 വ്യക്തികളാണ്. നമുക്ക് ആദ്യം ഈ നാദ്ര കുമ്മനം എന്ന് പറഞ്ഞ വ്യക്തി ആരാന്ന് നോക്കാം, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അച്ചീവ്മെന്റ് എന്താണെന്ന് നോക്കാം. ഈ നാദ്ര കുമ്മനം എന്ന സ്ത്രീയാണ് ഫസ്റ്റ് വുമൻ സെയിലർ ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക്സ്. ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിന് ക്വാളിഫൈ ചെയ്ത ആദ്യ വുമൻ സെയിലർ. ഇതാണ് നാദ്ര കുമ്മനം. അത് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ച് പോയാൽ നിങ്ങൾക്ക് അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ സാധിക്കൂ. ഫസ്റ്റ് ഇന്ത്യൻ വുമൻ സെയിലർ. ഇന്ത്യൻ വുമൻ സെയിലർ ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക്സ്. ടോക്കിയോ ഒളിമ്പിക്സിനാണ് ക്വാളിഫിക്കേഷൻ കിട്ടിയത്. ഈ ചന്ദ്രനായിഡു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. ചന്ദ്രനായിഡു ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ക്രിക്കറ്റ് കമന്റേറ്റർ. ഫസ്റ്റ് വുമൻ ക്രിക്കറ്റ് കമന്റേറ്റർ ഫ്രം ഇന്ത്യ. സോ ചന്ദ്രനായിഡുവിന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ക്രിക്കറ്റ് കമന്റേറ്റർ. ഇന്ത്യൻ ഫീമെയിൽ ക്രിക്കറ്റ് കമന്റേറ്റർ. അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്രിക്കറ്റ് കമന്ററിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സ്ത്രീയാണ് ചന്ദ്ര നായിഡു. ഇതിനൊക്കെ ഭവ്യലാൽ എന്ന് പറഞ്ഞ സ്ത്രീ വളരെ വളരെ ഫേമസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഭവ്യലാൽ ആരാന്ന് നോക്കാം. സോ ഈ ഭവ്യലാൽ എന്ന് പറയുന്ന ഈ വ്യക്തിത്വമാണ് നാസയുടെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന പദവി ആദ്യമായിട്ട് കരസ്ഥമാക്കിയ ഇന്ത്യൻ വനിതയാണ്. നാസ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ്. സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്ത്യൻ വുമന്റെ കാര്യങ്ങൾ പഠിക്കാം. അതായത് പാക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കടലിടുക്കിനെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് ഇടയിലുള്ള കടലിടുക്കാണ് പാക് സ്ട്രീറ്റ്. സോ ലൈക്ക് സെക്കൻഡ് ഇന്ത്യൻ വുമൻ ടു സ്വിം അക്രോസ് പാക് സ്ട്രീറ്റ് എന്ന ഒരു റെക്കോർഡ് അല്ലെങ്കിൽ എന്തൊരു അച്ചീവ്മെന്റ് ഈയിടെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളൊരു വുമൻ കരസ്ഥമാക്കിയിരുന്നു. ശ്യാമള ഗോലി. ശ്യാമള ഗോലി. പാക് സ്ട്രീറ്റിന്റെ സ്പെല്ലിംഗ് ഇതാണ്. സെക്കൻഡ് ഇന്ത്യൻ വുമൻ ടു സ്വിം അക്രോസ് പാക് സ്ട്രീറ്റ്. അതാണ് ശ്യാമള ഗോലി. അപ്പം ജസ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വ്യക്തമാവുന്ന വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വാസ് സെറ്റപ്പ്. കേരളത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പേരെന്ന് പറയുന്നത് KUDSIT ആണ്. അതിന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ജസ്റ്റ് എഴുതിയത് KUDSIT. ഇതാണ് അതിന്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം. ഈ പറയുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ തിരുവനന്തപുരത്താണ്. സോ ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്നാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എടുക്കാവുന്നേ ഉള്ളൂ. സോ ഈ ഒരു പർട്ടിക്കുലർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് ചോദിക്കാൻ ടെക്നോസിറ്റി, മംഗലപുരത്തുള്ള ടെക്നോസിറ്റിയിലാണ് ഈ ഒരു
ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ ആലപ്പുഴ ഈയിടെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യം നടന്നിരുന്നു. ഇന്ത്യസ് ഫസ്റ്റ് ലേബർ മൂവ്മെന്റ് മ്യൂസിയം സ്ഥാപിതമായത് ആലപ്പുഴയാണ്. ഈയിടെയാണ് സ്ഥാപിതമായത്. ഇന്ത്യാസ് ആണ്. ഞാൻ ജസ്റ്റ് ഇപ്പം ഫസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇന്ത്യസ് ഫസ്റ്റ് ലേബർ മൂവ്മെന്റ് മ്യൂസിയം സ്ഥാപിതമായത് ആലപ്പുഴയിലാണ്. എറണാകുളത്തും ഇന്ത്യയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യം നടന്നിരുന്നു. കേരളാസ് ഫസ്റ്റ് ഹ്യൂമൻ മിൽക്ക് ബാങ്ക്. കേരളാസ് ഫസ്റ്റ് ഹ്യൂമൻ മിൽക്ക് ബാങ്ക്. ഹ്യൂമൻ മിൽക്ക് ബാങ്ക് എന്നാണ് എഴുതി വെക്കേണ്ടത്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് ഈ ഒരു ഫെസിലിറ്റി സ്ഥാപിതമായത്. എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ, എറണാകുളം GH എഴുതിയാൽ മതി. ഇനി കോഴിക്കോടും വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവം നടന്നിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് കോഴിക്കോടാണ്. ഇതിപ്പോ സ്ഥലമില്ല, നമുക്ക് കാലിക്കട്ട് നേരി ഇവിടെ ചെയ്തേക്കാം. കോഴിക്കോട്. ഇന്ത്യാസ് ഫസ്റ്റ് ജെൻഡർ പാർക്ക്, അത് കോഴിക്കോടാണ്. ഇത് ആക്ച്വലി 300 കോടിയുടെ കേരള ഗവൺമെന്റിന്റെ 300 കോടി പ്രോജക്റ്റ് ആണ് ഇന്ത്യാസ് ഫസ്റ്റ് ജെൻഡർ പാർക്ക്. കോഴിക്കോട് ഇന്ത്യാസ് ഫസ്റ്റ് ജെൻഡർ പാർക്ക്. അത് ഈയിടെ ഒരു ഫേമസ് കോൺഫറൻസ് നടന്നിരുന്നു. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ കോഴിക്കോട് നടന്ന ആ ഒരു അതിന്റെ സെക്കൻഡ് എഡിഷൻ ഓഫ് ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ഇക്വാലിറ്റി ICGE. അതിൽ വെച്ചാണ്, ആ ഒരു കോൺഫറൻസ് സമയത്താണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ഇക്വാലിറ്റി സെക്കൻഡ് എഡിഷൻ. ഇതിന്റെ ഇടയിലാണ് ഈ പറയുന്ന ഇന്ത്യസ് ഫസ്റ്റ് ജെൻഡർ പാർക്ക്, അത് 300 കോടിയാണ് ഇതിന്റെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അത് ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ ഇനോഗ്രേറ്റ് ചെയ്തത്. സോ ഇതിൽ ഈ ഒരു ക്വസ്റ്റിനിൽ നമ്മൾ ആക്ച്വലി ഒരു 3 പോയിന്റ് നമ്മൾ പഠിച്ചു. സോ ഇതുപോലെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് യൂസ്ഫുൾ ആകത്തുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ട് മാത്രം ഓർത്തിരിക്കാൻ പറ്റൂല. കാരണം ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഇങ്ങനെ ഇൻഫോർമേഷൻ ഇങ്ങനെ ഓവർലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നോട്ട് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകത്തുള്ളൂ. ഇതിപ്പം ഹൈക്കോർട്ടിനോ അല്ലെങ്കിൽ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനോ കേരള PSCക്കോ അങ്ങനെ ഏത് എക്സാമിനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നോട്ട് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ വിജയതന്ത്രം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. By many a happy accident is a recently published autobiography. ഇപ്പോൾ ഈ ബൈ മെനി ഹാപ്പി ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ഓട്ടോബയോഗ്രഫി എന്ന സ്വന്തം കഥ, സ്വയം എഴുതുന്ന സ്വന്തം കഥ. സോ ഇത് ആരെഴുതിയെന്ന് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഉത്തരം ഹമീദ് അൻസാരിയാണ്. ഇന്ത്യയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹമീദ് അൻസാരിയാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫി. പുള്ളിയുടെ ഓട്ടോബയോഗ്രഫിയാണ് ബൈ മെനി എ ഹാപ്പി ആക്സിഡന്റ്. സോ നമ്മൾ ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാം. സോ ദലൈലാമയുടെ ഈയിടെ ബുക്ക് ഇറങ്ങുകയുണ്ടായി, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെന്റ് എന്നാണ് ആ ഒരു ബുക്കിന്റെ പേര്. ദലൈലാമയുടെ ബുക്കിന്റെ പേരാണ്, ഈയിടെ ഇറങ്ങിയ ബുക്കിന്റെ പേരാണ് ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെന്റ്. അതുപോലെ തന്നെ സുരേഷ് റെയ്നയുടെ ഒരു ഓട്ടോബയോഗ്രഫിയുടെ ലോഞ്ച് ചെയ്യുകയുണ്ടായി. അതിന്റെ പേര് നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് taught me, പഠിപ്പിച്ചത്. സോ അതുപോലെ തന്നെ ഈയിടെ പബ്ലിഷ് ചെയ്ത 2020 നവംബറിലാണ് പബ്ലിഷ് ചെയ്തത്.
ശ്രീ ശശി തരൂരിന്റെ ബുക്കിന്റെ പേരാണ് ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്. ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്. ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നാണ്, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നാണ് അദ്ദേഹത്തിന്റെ ഈയിടെ പബ്ലിഷ് ചെയ്ത 2020 നവംബറിൽ പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ പേര്. സോ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൂ അമംഗ് ദ ഫോളോയിങ്, വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൂ അമംഗ് ദ ഫോളോയിങ് is a recently appointed Supreme Court judge who is in line to become India's first woman Chief Justice in 2027. സോ ഈയിടെ ഒരു 9 ജഡ്ജിമാരെ ഒരുമിച്ച് നമ്മൾ സുപ്രീം കോടതി നിയമിക്കുകയുണ്ടായി. ടൈം ഏറ്റവും കൂടുതൽ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്ത് ഈ 9 ജഡ്ജാണ് അറ്റൻഡ് ചെയ്തത്. അത് നമ്മുടെ റെക്കോർഡാണ്. ലൈക്ക് ഇതിനു മുമ്പ് ഇത്രയധികം ജഡ്ജിമാരെ ഒറ്റയടിക്ക് സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്തിട്ടില്ല. സോ ഒറ്റയടിക്ക് 9 ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്തിരുന്നു. അതിൽ 3 വുമൻ ജഡ്ജസും ഉണ്ട്, 9 ജഡ്ജസ്. ഈയിടെയുള്ള അപ്പോയിന്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9 സുപ്രീം കോടതി ജഡ്ജസ് അപ്പോയിന്റഡ്. ഈ 9 പേരിൽ 3 വുമൻ ജഡ്ജസും ഉണ്ട്. ആ 3 വുമൻ ജഡ്ജസിന്റെ പേരാണ്, ഒന്ന് ജസ്റ്റിസ് ഹിമ കോഹ്ലി, ഒന്ന് ജസ്റ്റിസ് ബേല എം ത്രിവേദി, അടുത്ത ഒന്ന് ജസ്റ്റിസ് BV നാഗരത്ന. 4ാമത് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ഓൾറെഡി സുപ്രീം കോടതിയിലുള്ള വുമൻ ജഡ്ജാണ്. അപ്പം ഓൾറെഡി ഇപ്പം 4 ജഡ്ജിമാരുണ്ട്. സോ ഇതിൽ 2027 ഇന്ത്യയുടെ ആദ്യത്തെ വുമൻ ചീഫ് ജസ്റ്റിസ് ആവാൻ, ലൈക്ക് ആ ഹൈറാർക്കി അനുസരിച്ച് ആവാൻ സാധ്യത, അല്ലെങ്കിൽ ആവാൻ ലൈക്ക് ഈ ഒരു പ്രോപ്പർ ഓർഡർ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആകുന്ന ഇന്ത്യസ് ഫസ്റ്റ് വുമൻ ചീഫ് ജസ്റ്റിസ് ഇൻ 2027 ആകാൻ പോകുന്ന ജസ്റ്റിസിന്റെ പേരെന്ന് പറയുന്നത് ശ്രീ BV നാഗരത്നയാണ്. സോ ജസ്റ്റിസ് BV നാഗരത്നയാണ് 2027 ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആവാൻ പോകുന്ന ജസ്റ്റിസ്. സോ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 9 ജഡ്ജിമാരാണ് ഒരുമിച്ച് ഇത്തവണ സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്തത്. അതൊരു ഹിസ്റ്റോറിക് അല്ലെങ്കിൽ റെക്കോർഡാണ്. ഒറ്റയടിക്ക് 50 ജഡ്ജി എന്ന് പറഞ്ഞ റെക്കോർഡാണ്. അതിൽ 3 വുമൻ ജഡ്ജസ് ഉണ്ട്. ആ 3 വുമൻ ജഡ്ജസിന്റെ പേരാണ് ജസ്റ്റിസ് ഹിമ കോഹ്ലി, ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ബേല എം ത്രിവേദി. ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ഓൾറെഡി ഒരു വുമൻ ജഡ്ജാണ്. ഓൾറെഡി ഇപ്പം പ്രസന്റ്ലി വർക്കിംഗ് അല്ലെങ്കിൽ സിറ്റിംഗ് ആയിട്ടുള്ള ഒരു വുമൻ ജഡ്ജാണ്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 9 പേരെ അപ്പോയിന്റ് ചെയ്തതോടെ ഇപ്പം ടോട്ടൽ 33 ജഡ്ജിമാരുണ്ട് സുപ്രീം കോടതിയിൽ. 33. സുപ്രീം കോടതിയുടെ സാങ്ഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 34 ആണ്. 34 ആണ് സാങ്ഷൻ സ്ട്രെങ്ത്. ഇപ്പം 33 ജഡ്ജിമാര് നിലവിലുണ്ട്. 34 എന്ന് പറയുന്നത് സാങ്ഷന്റെ സ്ട്രെങ്ത് ആണ് 34. ഇപ്പം നിലവിൽ 33 ജഡ്ജിമാര് സുപ്രീം കോടതിയിൽ വർക്കിംഗ് ആണ്. ഈ സാങ്ഷന്റെ സ്ട്രെങ്ത് ഒക്കെ നമ്മൾ കൂട്ടുന്ന ഓരോ ആക്ട് വഴിയാണ് വീണ്ടും സുപ്രീം കോടതി ജസ്റ്റിസുമാരുടെ നമ്പർ കൂട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാങ്ഷൻ സ്ട്രെങ്ത് കൂട്ടുന്നത്. ഇപ്പോൾ 34 സാങ്ഷൻ സ്ട്രെങ്ത്. 33 പേര് ഇപ്പോൾ നിലവിൽ അപ്പോയിന്റ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പം വർക്കിംഗ് ആണ്. ഇപ്പോൾ ഒരു സീറ്റേ വേക്കൻ്റ് ആയിട്ടുള്ളൂ. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. ഇന്ത്യ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒളിമ്പിക്സ് നടന്ന കൊല്ലമാണ് 2020 ഒളിമ്പിക്സ്. ഇത്തവണയാണ് 2021 നടന്നത്. ടോക്കിയോയിൽ വെച്ചായിരുന്നു ഒളിമ്പിക്സ് നടന്നത്. So India managed to win dash medals in the Tokyo Olympics 2020, thereby surpassing previous best tally managed in London Olympics 2012. So ഇതിനു മുമ്പ് ഇന്ത്യയുടെ ബെസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ബെസ്റ്റ് ഏറ്റവും കൂടുതൽ മെഡൽ ഇന്ത്യ വിൻ ചെയ്ത, അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ലണ്ടൻ ഒളിമ്പിക്സ് 2012 ആയിരുന്നു. അത് നമ്മൾ മറികടന്ന് ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ മെഡൽ നമ്മൾ ഇന്ത്യ നേടിയ ഒളിമ്പിക്സ്. സോ ഈ ഒളിമ്പിക്സിൽ നമ്മൾ 7 മെഡലാണ് നേടിയത്. 7 മെഡൽ. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ നമ്മൾ 6 ആയിരുന്നു. ഇത്തവണ 7 മെഡലാണ് നമ്മൾ നേടിയത്. 7. അപ്പോൾ ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്, 7. സോ ഒളിമ്പിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 4 വർഷം കൂടുന്ന ടോപ്പിക് സംഭവമായതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒളിമ്പിക് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്കൊന്ന് പഠിച്ചു പോവാം. സോ ഒളിമ്പിക്സ് ഇത്തവണ ഏറ്റവും കൂടുതൽ മെഡൽ നേടി ഫസ്റ്റ് വന്നത് USA ആണ്. സെക്കൻഡ് വന്നത് ചൈനയാണ്. അതൊരു കാര്യം.
നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇന്ത്യക്ക് 7 മെഡലാണ് കിട്ടിയിരുന്നത്. അതിലൊരു ഗോൾഡ് മെഡൽ ഉണ്ട്, ഒരു ഗോൾഡ് പ്ലസ് 2 സിൽവർ ഉണ്ട്, 2 സിൽവർ പ്ലസ് 4 ബ്രോൺസ് മെഡൽ ഉണ്ട്, വെങ്കലം, ഈക്വൽ ടു 7 മെഡൽസ്. ഒരു ഗോൾഡ് നീരജ് ചോപ്രയാണ് ജാവലിനാണ്, നീരജ് ചോപ്ര ജാവലിനാണ് ഗോൾഡ് നേടിയത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 സിൽവർ 4 ബ്രോൺസ്. ഈ ഗോൾഡ് നീരജ് ചോപ്ര ഗോൾഡ് മെഡൽ നേടിയ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ആ ഒരു ഹിസ്റ്റോറിക് അച്ചീവ്മെന്റ് നടന്നത്. OAUG ഓഗസ്റ്റ് 7-ാം തീയതി 2021. അപ്പോൾ ഇനി മുതൽ ഓഗസ്റ്റ് 7-ാം തീയതി ഇന്ത്യൻ ജാവലിൻ ഡേ അല്ലെങ്കിൽ നാഷണൽ ജാവലിൻ ഡേ ആയിട്ട് നമ്മൾ കോൾ ചെയ്യപ്പെടുക. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ ആണ് അങ്ങനെ തീരുമാനമെടുത്തത്. നാഷണൽ ജാവലിൻ ഡേ ഓഗസ്റ്റ് 7-ആണ്. ഈ ഒരു ഹിസ്റ്റോറിക് അച്ചീവ്മെന്റ് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡേ ക്രിയേറ്റ് ചെയ്തത്. സോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നമ്മളിപ്പോൾ 7 മെഡലാണ് നമ്മൾ ഇത്തവണ നേടിയത്. സോ 7 മെഡൽ, 7 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ എന്ന് പറയുന്നത്. സോ നമുക്ക് 7 പേരുടെ പേര് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഗോൾഡ് മെഡൽ നമ്മൾ നേടിയ വ്യക്തിയുടെ പേര് നമുക്ക് ഓൾറെഡി അറിയാം, നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയാണ് ഗോൾഡ് മെഡൽ നേടിയത്. പിന്നെ 2 സിൽവർ മെഡൽ നേടിയ ആളുകളുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ പറഞ്ഞു പോവുകയാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് മീരാബായ് ചാനു. മീരാബായ് ചാനുവിന് സിൽവർ മെഡൽ നേടിക്കൊടുത്തത് അല്ലെങ്കിൽ നേടിയത് വെയിറ്റ് ലിഫ്റ്റിങ്ങിനാണ്. ഞാൻ ജസ്റ്റ് കോഡ് വേർഡ് പറയുക, സിൽവർ. ഒന്ന് മീരാബായ് വെയിറ്റ് ലിഫ്റ്റിങ്ങിനാണ് സിൽവർ മെഡൽ നേടിയത്. അതുപോലെ തന്നെ അടുത്ത സിൽവർ മെഡൽ നേടിയ വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, രവി ദഹിയ. രവി ദഹിയാണ്, ഷോർട്ടായിട്ട് R ദഹിയ എന്ന് എഴുതി വെച്ചു, DAHIYA. അദ്ദേഹത്തിന് സിൽവർ മെഡൽ നേടിയത്, അല്ലെങ്കിൽ അദ്ദേഹം സിൽവർ മെഡൽ റെസ്ലിംഗിനാണ്. റെസ്ലിംഗ്. 2 സിൽവർ മെഡൽ നേടിയ ആളുകളുടെ പേരായി. ഈ 4 ബ്രോൺസ് മെഡൽ നേടിയ ആളുകളുടെ പേരും കൂടെ നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാം. അവരുടെ ഈവന്റ് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാം, ഇന്ന് ബ്രോൺസ് മെഡൽ നേടിയ ഒരു വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, PV സിന്ധു. ബാഡ്മിൻ്റനാണ്, നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ മറ്റൊരു വനിതയുടെ പേര് എന്ന് പറഞ്ഞാൽ ലവ്ലീന ബർഗോഹെയ്ൻ എന്നാണ്. ലവ്ലീന എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ബ്രോൺസ് മെഡൽ നേടിയ ഐറ്റം എന്ന് പറയുന്നത് ബോക്സിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു പേരാണ്, വളരെ സുപരിചിതമായ ഒരു പേരാണ് ബജ്രംഗ് പൂനിയ. 4-ാമത്തേത് മെൻസ് ഹോക്കി ടീമിനാണ് 4-ാമത്തെ ബ്രോൺസ് മെഡൽ നേടിയത്. സോ മെൻസ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് നമുക്ക് അറിയാവുന്നതാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിന് മൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. മൻപ്രീത് സിംഗും മേരി കോമും ആണ് ഈ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഇനോഗ്രേഷൻ സെറമണി നമ്മുടെ ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇന്ത്യൻ കണ്ടിജന്റിനെ നയിച്ചുകൊണ്ട് ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ട് നയിച്ചുകൊണ്ട് പോയത് മൻപ്രീത് സിംഗ്. അതായത് ഇന്ത്യൻ ഹോക്കി ടീം, മെൻസ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ മൻപ്രീത് സിംഗും അതുപോലെ ഇന്ത്യൻ ബോക്സർ മേരി കോമും ആണ്. അതുപോലെ തന്നെ ഫൈനൽ സെറമണി കൺക്ലൂഷൻ സെറമണിയിൽ ഇന്ത്യൻ കണ്ടിജന്റിനെ ലീഡ് ചെയ്തത് ബജ്രംഗ് പൂനിയാണ്. ഇന്ത്യൻ കണ്ടിജന്റിനെ ലീഡ് ചെയ്തത്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഒളിമ്പിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സ് റിലേറ്റഡ് ന്യൂസ് നമുക്ക് എൻഡ് ചെയ്യാം. ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ തന്നെ നമുക്ക് ഒളിമ്പിക് ലോറൽ എന്ന് പറയുന്ന ഒരു അവാർഡ്, ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന അവാർഡ് ഒളിമ്പിക് ലോറൽ. ആ ഒരു അവാർഡ് കൊടുക്കുകയുണ്ടായി. അത് സ്പോർട്സ് പേഴ്സൺ അല്ല, നമ്മുടെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശ്രമിച്ച വളരെ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. സെക്കൻഡ് ടൈമാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്, ഒളിമ്പിക് ലോറൽ എന്ന് പറയുന്ന ഒരു അവാർഡ് കൊടുക്കുകയുണ്ട്. ആ അവാർഡ് കൊടുത്തത് ഇത്തവണ നേടിയത് ശ്രീ മുഹമ്മദ് യൂനിസ് ആണ്. മുഹമ്മദ് യൂനിസ് നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം ഫുട്ബോളറോ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണോ ഒന്നും അല്ല. ഈ മൈക്രോ ലെൻഡിങ്, നമ്മളിപ്പം ഈ നമ്മുടെ കുടുംബശ്രീ പോലുള്ള മൈക്രോ ലെൻഡിങ് പ്ലാറ്റ്ഫോമിന്റെ
ഈ ബംഗ്ലാദേശിൽ മൈക്രോ ലെർണിംഗ് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്ത് വഴി അവർ ഒരുപാട് പേരുടെ അല്ലെങ്കിൽ പവർ ടെലിവിഷനൊക്കെ ഒരുപാട് എന്താ പറയുക വലിയൊരു റോള് പ്ലേ ചെയ്ത് അല്ലെങ്കിൽ വഹിച്ച ഒരു വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് യൂനിസ്. ഇതിനടുത്ത വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഹു ഇസ് ദ പ്രസന്റ് യൂണിയൻ മിനിസ്റ്റർ ഫോർ ലോ ഇൻ ഇന്ത്യ? ഇപ്പൊ ഹൈക്കോർട്ട് പോലുള്ള എക്സാമിന് ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നിലവിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഇവരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ലോ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ശ്രീ കിരൺ റിജിജു ആണ്. ബാക്കിയുള്ള പേരുകൾ നമുക്ക് സുപരിചിതമാണ്. ഈ അനുരാഗ് താക്കൂർ എന്ന വ്യക്തിയാണ് മിനിസ്റ്റർ ആണ്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ശ്രീ അനുരാഗ് താക്കൂർ ആണ്. IND ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആണ്, ഹെൽത്ത് മിനിസ്റ്റർ ആണ്. അത് ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആണ്. ഇപ്പൊ എയർ ഇന്ത്യയുടെ ഒക്കെ എന്താ പറയാ പ്രൈവറ്റൈസേഷന്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വളരെ ഫേമസ് ആയിട്ട് പലപ്പോഴും ന്യൂസിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈയിടെ 1-2 എയർപോർട്ടുകളൊക്കെ ശ്രീ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ഒക്കെ വളരെ ഷൈൻ ചെയ്തൊരു വ്യക്തിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. അതെയാണ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. സോ അടുത്തത് നമ്മൾ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ അധികം ചോദിച്ച് കണ്ട ഒരു ചോദ്യമാണ്. വിംബിൾട്ടൺ മെൻസ് സിംഗിൾസ് ടൂർണമെന്റ് ജയിച്ച വ്യക്തിയുടെ പേര്. നമുക്കറിയാം 4 ഗ്രാൻഡ് സ്ലാംസ് ഉണ്ട്. ആദ്യം വരുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ, അതിനുശേഷം ഫ്രഞ്ച് ഓപ്പൺ, അതിനുശേഷം വിംബിൾട്ടൺ, അതിനുശേഷം US ഓപ്പൺ. ഈ 4 ഗ്രാൻഡ് സ്ലാമിന്റെയും മെൻസിന്റെയും വുമൻസിന്റെയും വിന്നേഴ്സിന്റെ പേര് നമ്മൾ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. സോ വിംബിൾട്ടൺ ജയിച്ചത് ശ്രീ നൊവാക് ജോക്കോവിക് ആണ്. സെർബിയയിൽ നിന്നുള്ള നൊവാക് ജോക്കോവിക് ആണ്. ഇപ്പൊ നമ്പർ 1 ആണ്. അദ്ദേഹമാണ് വിംബിൾട്ടൺ ജയിച്ചത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിന്നേഴ്സിന്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരച്ചേക്കും, കുഴപ്പമില്ല, നമുക്ക് മനസ്സിലായാൽ മതി. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. സോ നമുക്ക് മെൻസിന്റെയും അല്ലെങ്കിൽ വുമന്റെയും വിന്നേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പുതിയൊരു കോളം മെൻ, വുമൻ. സോ ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് ചാമ്പ്യൻ എന്ന് പറയുന്നത് ജോക്കോവിച്ച് തന്നെയാണ്. വുമൻസ് ചാമ്പ്യൻ ആരാന്ന് നമുക്ക് നോക്കാം. ജപ്പാനിൽ നിന്നുള്ള നവോമി ഒസാക്കയാണ് വുമൻസ് വിന്നർ, ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ വുമൻസ് വിന്നർ. NAOMI ഒസാക്ക എന്ന് ഓർത്തിരുന്നത്, OSAK, നവോമി ഒസാക്ക ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൻസ് ചാമ്പ്യൻ. ഇനി നമുക്ക് ഫ്രഞ്ച് ഓപ്പണിലേക്ക് കിടക്കുമ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ഇത്തവണ ജയിച്ചത് ശ്രീ നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. ജോക്കോവിച്ച് ND എന്ന് ഓർത്തിരുന്നത്, ജോക്കോവിച്ച്, ജോക്കോ. അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ വുമൻസ് ചാമ്പ്യൻ എന്ന് പറയുന്നത് ബാർബോറ ക്രെറ്റ്സിക്കോവ, ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ബാർബോറ എന്ന് ഓർത്തിരുന്ന ആദ്യം, 2 പേര് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. BARBO, ബാർബോറ ക്രെറ്റ്സിക്കോവ എന്നാണ്. KREJCIKOVA ആണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള വനിതയാണ്. വിംബിൾട്ടൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ജോക്കോവിച്ച് തന്നെയാണ് വിംബിൾട്ടൺ ജയിച്ചത്. സോ മെൻസിന്റെ അധികം നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ജോക്കോവിച്ച്. വുമൻ ജയിച്ചത് ആഷ്ലിക് ബാർട്ടിയാണ്. ASLEIGH ബാർട്ടി, ASLEIGH ആണ്. BART, ആഷ്ലിക് ബാർട്ടിയാണ് വിംബിൾട്ടൺ വുമൻസ് ചാമ്പ്യൻ. ഇനി US ഓപ്പൺ ആണ് ഏറ്റവും അവസാനം നടന്ന, ഈ വർഷം ഏറ്റവും അവസാനം നടന്ന ഗ്രാൻഡ് സ്ലാം. US ഓപ്പൺ ജയിച്ചത് ജോക്കോവിച്ച് അല്ല, ഡാനിൽ മെഡ്വേർഡ് ആണ്. DANIL, ഡാനിൽ മെഡ്വേർഡ് എന്ന് ഓർത്തിരുന്നാൽ MEDVED. സോ ഈ ഒരു പേര് ഓർത്തിരിക്കണം, കാര്യം ബാക്കിയുള്ളതെല്ലാം ജോക്കോവിച്ച് ആണ്. സോ US ഓപ്പൺ ജയിച്ച് ജോക്കോവിച്ച് അല്ല, ഡാനിൽ മെഡ്വേർഡ് ആണ്. MEDVED. ഇനി US ഓപ്പൺ വുമൻസ് ചാമ്പ്യൻ എന്ന് പറയുന്നത് എമ്മ റാഡുക്കാനുമാണ്. EMMA RADUCANU.
CANU റാഡു കാനു ബ്രിട്ടനിൽ നിന്നുള്ള വനിതയാണ്. സോ ഈ വനിതയാണ് അല്ലെങ്കിൽ എം ആർ റാഡുക്കാനുമാണ് US ഓപ്പൺ വുമൻസ് ചാമ്പ്യൻ. സോ ഇത്രയും ഓർത്തിരിക്കേണ്ടതാണ്. കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെയധികം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 4 ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻസ് ഇത്രയെങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഡബിൾസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഓർത്തിരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം ഒരുപാട് ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരുപാട് റിപ്പോർട്ടുകൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇന്ത്യയുടെ റാങ്ക് ഒക്കെ നമ്മൾ അറിഞ്ഞു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് റാങ്ക് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ്. സോ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നമുക്കാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 40 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഓപ്ഷൻ ബി ആണ് 140. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഇൻഡെക്സ് പുറത്തെടുക്കുന്നത്. സോ 140 ആണ് 2021 ഇന്ത്യയുടെ റാങ്ക്. സോ നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മൾ എല്ലാ വർഷവും വരുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനിയും ക്വസ്റ്റ്യൻസിലൂടെ ബാക്കിയുള്ള നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് വേറെ 2 എണ്ണം കൂടി നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2021. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം 135 ആണ്. സമാധാനത്തിന്റെ ഇൻഡെക്സ് ആണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. അതിൽ ഇന്ത്യക്ക് 135 റാങ്കാണ് 2021 റാങ്കിങ് അനുസരിച്ച്. ഇപ്പൊ ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സ് നോക്കാം. വേൾഡ് എക്കണോമിക് ഫോറം ഒന്നും അല്ല, ഇതിപ്പം സെപ്പറേറ്റ് ആണ്. ഇൻക്ലൂസീവ് ഇന്റർനെറ്റ്. ഇപ്പൊ ഈ പറയുന്ന COVID-19 കാലഘട്ടത്തിലേക്ക് ഇന്റർനെറ്റ് വളരെയധികം പ്രധാനപ്പെട്ട ഇ ലേണിംഗ് പോലുള്ള സംഭവങ്ങൾ വളരെ പ്രധാനമായ അല്ലെങ്കിൽ വളരെ ആവശ്യമായ സംഭവമാണ് ഇന്റർനെറ്റ്. ഇൻക്ലൂസീവ് ഇൻഡെക്സ് റിപ്പോർട്ട്. നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് പോലുള്ള സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും പറയും. ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ റാങ്കിങ്ങിനകത്ത് ഇൻഡെക്സ് ആണ്. റിപ്പോർട്ടുമായി ഇൻഡെക്സ് എന്നാക്കുക. അതിനകത്ത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 49 ആണ്, 49. സർക്കാർ ഇത്രയും പഠിച്ചു നോക്കുക. ബാക്കിയുള്ള ഇൻഡെക്സ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 12. ഇതും സാറിന് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഫോബ്സ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ് ലിസ്റ്റ് 2021 വാസ് ടോപ്പ് ബൈ. ഫോബ്സിന്റെ ഒരുപാട് ലിസ്റ്റുകൾ ഫോബ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ പറയുക എല്ലാ വർഷവും പുറത്തെടുക്കുന്നുണ്ടാവാറുണ്ട്. സോ ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സിനകത്ത് ലിസ്റ്റിനകത്ത് ഫസ്റ്റ് വന്നത് ഓപ്ഷൻ സി ആണ്, കൊണോർ മെഗ്രഗർ ആണ്. ഈ കൊണോർ മെഗ്രഗർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് UFC എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സും ബോക്സിംഗ് എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള മിക്സഡ് മാർഷൽ ആർട്സ് ആണ്. അതിന്റെ ചാമ്പ്യനാണ് ശ്രീ കൊണോർ മെഗ്രഗർ. അദ്ദേഹത്തിന്റെ ആ പറയുന്ന ഈവന്റിന്റെ പേരാണ് അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്. ഇത്രയൊക്കെ ഓർത്ത UFC എന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ മെസ്സി, റൊണാൾഡോ ഒക്കെ ആരാ നമുക്കറിയാം, വിരാട് കോഹ്ലി ആരാ നമുക്കറിയാം. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. സോ ക്വസ്റ്റ്യൻ നമ്പർ 12 നമുക്ക് കടക്കാം. Who among the following was awarded 39 CERAWeek Global Energy and Environment Leadership Award? ഈ ഒരു അവാർഡ് കിട്ടിയത് ശ്രീ നരേന്ദ്രമോദിക്ക്, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. ക്വസ്റ്റ്യൻ നമ്പർ 14 കടക്കാം. What is the name of satellite recently developed by DRDO and launched by ISRO to track the operations of military and merchant navy ships in Indian Ocean? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഡെവലപ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ന്യൂസ് ആണ്. DRDO വികസിപ്പിച്ചെടുത്ത ISRO ലോഞ്ച് ചെയ്ത ഈ മിലിറ്ററി അതുപോലുള്ള മർച്ചന്റ് നേവി ഷിപ്സുകളെയൊക്കെ ഇന്ത്യൻ ഓഷൻ രീതികളിൽ പോകുന്ന മിലിറ്ററി അതുപോലെ മർച്ചന്റ് നേവി ഷിപ്സുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റിന്റെ പേര്. ആ സാറ്റലൈറ്റിന്റെ പേര് എന്ന് പറയുന്നത് സിന്ധു നേത്രയാണ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം, സിന്ധു നേത്ര. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു കാര്യം 2 കാര്യങ്ങൾ നിന്ന് ഓർത്തിരിക്കുന്നുണ്ട്. സാറ്റലൈറ്റുമായിട്ട് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള 1-2 പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് നമുക്ക് ഓർത്തിരിക്കാം. ഈയിടെ ഒരു കോളേജിന്റെ ഒരു സാറ്റലൈറ്റ് ISRO ലോഞ്ച് ചെയ്യുകയുണ്ടായി. ആ സാറ്റലൈറ്റിന്റെ പേര് ശ്രീ ശക്തി സാറ്റലൈറ്റ് എന്നാണ്. ശ്രീ ശക്തി സാറ്റലൈറ്റ്.
കോളേജ് സ്റ്റുഡൻസ് വിളിക്കുന്ന സാറ്റലൈറ്റാണ് ശ്രീ ശക്തി സാറ്റലൈറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈയിടെ ബ്രസീലിൻ്റെ ഒരു സാറ്റലൈറ്റ് ISRO സ്പേസിലേക്ക് ലോഞ്ച് ചെയ്യുകയുണ്ടായി. ആ സാറ്റലൈറ്റിൻ്റെ പേരാണ് ആമസോണിയ. ആമസോണിയ സാറ്റലൈറ്റ് ബ്രസീലിൻ്റെയാണ്. അപ്പോൾ അത് PSLV C57 ആണ് ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. PSLV C57 സോറി C51 ആണ്. PSLV C51. പ്രാണ, വായു ആൻഡ് സ്വസ്ഥ are 3 different types of ventilators recently developed by. 3 ടൈപ്പ് ഓഫ് വെന്റിലേറ്റേഴ്സിന്റെ പേരാണ് പ്രാണ, വായു, സ്വസ്ഥ. ഈ 3 വെന്റിലേറ്റേഴ്സ് ഡെവലപ്പ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ? ISRO ആണോ, DRD ആണോ, ICMR ആണോ, ടാറ്റ ആണോ എന്ന് നോക്കണം. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ISRO ആണ്. ഓപ്ഷൻ ബി. നമ്മുടെ VSSC തിരുവനന്തപുരമാണ് ഈ 3 വെന്റിലേറ്റേഴ്സ് ലോഞ്ച് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്. VSSC ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. സോ ആ 3 വെന്റിലേറ്റേഴ്സിന്റെ പേര് ഓർത്തിരിക്കുക: പ്രാണ, വായു ആൻഡ് സ്വസ്ഥ. ഇത് 3ആണ് വെന്റിലേറ്റേഴ്സിന്റെ പേര്. അതുപോലെ തന്നെ നമുക്കൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൂടെ VSSC ലോഞ്ച് ചെയ്യുകയുണ്ടായി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ആ ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ പേരാണ് SHWAA. ശ്വാസ്. അത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ്. സോ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്, നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16 കടക്കാം. ഇതും ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് സ്കിൽ സെന്റർ അത് എവിടെയാണ് ലോഞ്ച് ചെയ്തതെന്ന് നോക്കണം. അത് ലോഞ്ച് ചെയ്തത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് സ്കിൽ സെന്റർ ലോഞ്ച് ചെയ്തത് ഭുവനേശ്വർ. ഇനി നമുക്ക് ഈയിടെ നടന്ന ഇന്ത്യസ് ഫസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. റിലേറ്റഡ് ഡെവലപ്മെന്റ്സ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യസ് ഫസ്റ്റ് എലിവേറ്റഡ് അർബൻ എക്സ്പ്രസ് വേ. ആ എക്സ്പ്രസ് വേയുടെ പേരാണ് ദ്വാരക എക്സ്പ്രസ് വേ. DWARK ആണ്. ഈ പറയുന്ന ദ്വാരക എക്സ്പ്രസ് വേ തന്നെ ഡൽഹിയിലെ മഹിപാൽപൂർ എന്ന MAHIPALPUR മഹിപാൽപൂർ എന്ന ഡൽഹിയിലുള്ള സ്ഥലവും ഗുർഗാവൺ എന്ന ഹരിയാന എന്ന സ്ഥലവും കൂടെ കണക്ട് ചെയ്യുന്ന 28 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള എക്സ്പ്രസ് വേ ആണത്. ഓർത്തിരിക്കുക, ഡൽഹി ടു ഹരിയാന ഡൽഹി ടു ഗുർഗാവൺ ആണ് ആ പറയുന്ന എക്സ്പ്രസ് വേ കണക്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ നമുക്ക് ഓർത്തിരിക്കേണ്ട കുറച്ച് റിലേറ്റഡ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആദ്യമായി ക്യാബിനറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്യാബിനറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർസീ ടണൽ അത് മുംബൈയിലാണ്. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതാം. ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർസീ കടലിനടിയിലുള്ള ടണൽ അത് മുംബൈയിലാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് നിങ്ങൾ ഇപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റഡി നോട്ട് പോലെ ഇതിൻ്റെ ഈ സ്ലൈഡ് തരുന്നതാണ്. പക്ഷെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സ്ലൈഡ് തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് ക്വസ്റ്റ്യൻസ് മാത്രമുള്ള സ്ലൈഡ് വരുന്നത്. അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. വീഡിയോ കണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്ത്യസ് ഫസ്റ്റ് പോളിനേറ്റർ പാർക്ക്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് പോളിനേറ്റർ പാർക്ക് അത് ഹൽദ്വാനി എന്ന സ്ഥലത്താണ്. ഈ ഉത്തരാഖണ്ഡിലുള്ള HALDWANI ഹൽദ്വാനി, ഉത്തരാഖണ്ഡ്. ഓർത്തിരിക്കുക, HALDWANI ഹൽദ്വാനി എന്ന സ്ഥലത്താണ് ഇന്ത്യസ് ഫസ്റ്റ് പോളിനേറ്റർ പാർക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ ആദ്യത്തെ സെന്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ്. നോട്ട് ചെയ്ത് നോക്കാം.
ഇന്ത്യസ് ഫസ്റ്റ് സെന്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ്, അത് ചെന്നൈയിലാണ്. സ്ഥലം കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്ട് ഫോം ചെയ്തിട്ട് നിങ്ങൾ ലോങ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യം തന്നെ എഴുതുക. സെന്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ്, അത് ചെന്നൈയിലാണ്. CWCM, തമിഴ്നാട് ചെന്നൈയിലാണ് അത് ഇനോഗ്രേറ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തത്. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കാം. 2021 ഓസ്കാർ അവാർഡ് ഫോർ ദ ബെസ്റ്റ് പിക്ചർ കാറ്റഗറി വാസ് ബാക്ക് ബൈ. അതിന് ഉത്തരം നൊമാഡ്ലാൻഡ് ആണ്. ഓപ്ഷൻ ബി നൊമാഡ്ലാൻഡ് ആണ് 2021 ബെസ്റ്റ് പിക്ചർ അവാർഡ്, ഓസ്കാർ ബെസ്റ്റ് പിക്ചർ അവാർഡ് കിട്ടിയത്. ഈ നൊമാഡ്ലാൻഡിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു വനിതയാണ്. ആ വനിതയുടെ പേരെന്ന് പറയുന്നത് CHLOE ZHAO, പ്രൊണൗൺസിയേഷൻ ഞാൻ പറയുന്നില്ല. CHLOE ZHAO. പുള്ളിക്കാരിക്കാണ് ഇത്തവണത്തെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡും കിട്ടിയത്. ബെസ്റ്റ് ഡയറക്ടർ രണ്ടാമത്തെ തവണയാണ് ഒരു വനിതയ്ക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടുന്നത്. ഈ ക്ലോസ് ഷോയാണ് നൊമാഡ്ലാൻഡ് ഡയറക്ട് ചെയ്തത്. ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് പുള്ളിക്കാരിക്ക് തന്നെയാണ് കിട്ടിയത്. ഇനിയിപ്പോൾ അതിൽ റിലേറ്റഡ് 1-2 കാര്യങ്ങളുണ്ട്. ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഇത്തവണ ഫ്രാൻസിസ് മെക്ഡോർമാൻഡിനാണ് കിട്ടിയത്. നൊമാഡ്ലാൻഡിൽ അഭിനയിച്ച ഫ്രാൻസിസ് മെക്ഡോർമാൻഡ്, MCDORMAND. ഫ്രാൻസിസ് മെക്ഡോർമാൻഡ് ആണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഇത്തവണ കിട്ടിയത്. പുള്ളിക്കാരൻ നൊമാഡ്ലാൻഡ് പടത്തിൽ അഭിനയിച്ചതാണ്. അതുപോലെ ബെസ്റ്റ് ആക്ടർ ആന്റണി ഹോപ്കിൻസ് ആണ്. ദ ഫാദർ എന്ന സിനിമയ്ക്ക് ആന്റണി ഹോപ്കിൻസിനാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. ആന്റണി ഹോപ്കിൻസ് ആക്ടർ, ബെസ്റ്റ് ആക്ടർ ആന്റണി ഹോപ്കിൻസ് ആണ്. ദി ഫാദർ എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് ആ ഈ അവാർഡ് കിട്ടിയത്. ദി ഫാദർ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ഇർഫാൻ ഖാൻ, നമ്മുടെ ലേറ്റ് ഇർഫാൻ ഖാനെയും അതുപോലെ തന്നെ ഭാനു അഥയ്യ എന്ന ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റീനെയും ഈ ഓസ്കാർ 2021 ഓസ്കാറിൽ ഓർക്കുകയുണ്ടായി. ഇനി സരസ്വതി സമ്മാൻ, ഇന്ത്യയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ലിറ്റററി അവാർഡാണ് സരസ്വതി സമ്മാൻ അവാർഡ്. സരസ്വതി സമ്മാൻ അവാർഡ് 2020 കരസ്ഥമാക്കിയത് ഡോക്ടർ ശരൺ കുമാർ ലംബാലയാണ്. ശ്രീ ശരൺ കുമാർ ലംബാലയ്ക്ക് സനാതൻ എന്നൊരു ബുക്കിനാണ് അദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ അവാർഡ് കിട്ടിയത്. സനാതൻ, SANATAN, സനാതൻ. അതുപോലെ തന്നെ ബാക്കിയുള്ള 3 പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബിശ്വഭൂഷൺ ഹരിചന്ദ് ആണ്, ആ വ്യക്തിക്കാണ് കലിംഗ രത്ന സമ്മാൻ കിട്ടിയത്. കലിംഗ അവാർഡ്, കലിംഗ രത്ന സമ്മാൻ, കലിംഗ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഡേവിഡ് ഡയോപ്പ് ആണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത്. ഇത്തവണ കിട്ടിയത് ഡേവിഡ് ഡയോപ്പിനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് അദ്ദേഹത്തിന്റെ കൃതിയുടെ അല്ലെങ്കിൽ ആ ഒരു വർക്കിന്റെ പേരെന്ന് പറയുന്നത് നൈറ്റ് ഓൾ ബ്ലഡ് ഇസ് ബ്ലാക്ക്. നൈറ്റ് ഓൾ ബ്ലഡ് ഇസ് ബ്ലാക്ക്, അതാണ് അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര്. ഇത് 4ാമത്തെ TT വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ഫോട്ടോഗ്രാഫറാണ്, റൈറ്റർ അല്ല, ഫോട്ടോഗ്രാഫറാണ് TT വിജയൻ. അദ്ദേഹത്തിന് ഇത്തവണ ഒരു അവാർഡ് കിട്ടുകയാണ്. TTL ഫോട്ടോഗ്രാഫി അവാർഡ്. TTL ഫോട്ടോഗ്രാഫി അവാർഡ് ഒരു ഇന്റർനാഷണൽ അവാർഡാണ്.
കരസ്ഥമാക്കിയ വ്യക്തിയാണ് TT വിജയൻ. അദ്ദേഹത്തിന്റെ അവാർഡ് കരസ്ഥമാക്കിയ അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫി വർക്കിന്റെ പേര് എന്ന് പറയുന്നത് വേൾഡ് ഇസ് ഗോയിങ് അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞ വർക്കിനാണ് അത് കിട്ടുന്നത്. ദ വേൾഡ് ഇസ് ഗോയിങ് അപ്സൈഡ് ഡൗൺ. ഇത് എഴുതുന്നില്ല, ഓർത്ത് നോക്കുക. So question number 19. International ENI Award 2020 was awarded to. International ENI Award for Energy Efficiency ആണ്. ഇന്റർനാഷണൽ ENI അവാർഡ് ഇത്തവണ കരസ്ഥമാക്കി 2020 ഇന്റർനാഷണൽ ENI അവാർഡ് കരസ്ഥമാക്കി ഡോക്ടർ CNR റാവു ആണ്. സോ ബാക്കിയുള്ള 3 പേർക്ക് എന്തൊക്കെ അവാർഡ് ഇത്തവണ കിട്ടിയിരുന്നു? അതിൽ സിറസ് പൂനവാലയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ്. അദ്ദേഹത്തിന് ഇത്തവണ ലോക്മാന്യ തിലക് നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു. ലോക്മാന്യ തിലക് നാഷണൽ അവാർഡ് കോവിഷീൽഡിന്റെ അല്ലെങ്കിൽ നാഷണൽ അവാർഡാണ്. ആ കോവിഷീൽഡ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ കോവിഷീൽഡിനെ അത് റിലീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. വാക്സിൻ അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്സിൻ കോവിഷീൽഡാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സിറസ് പൂനവാലയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ്. സോ അദ്ദേഹത്തിനാണ് ലോക്മാന്യ തിലക്, ആ ഒരു സർവീസിനാണ് ലോക്മാന്യ തിലക് നാഷണൽ അവാർഡ് കിട്ടിയത്. നമ്മുടെ പഴയ ഹെൽത്ത് മിനിസ്റ്റർ KK ശൈലജ ടീച്ചർക്ക് 1-2 അവാർഡ് COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള വളരെ നല്ലൊരു വർക്ക് കാഴ്ചവെച്ചതിന് 2 അവാർഡ് കിട്ടിയിരുന്നു. ആ അവാർഡുകളുടെ പേര് ഞാൻ പറയാം. ഒരു അവാർഡിന്റെ പേര് സെൻട്രൽ യൂറോപ്പ് യൂണിവേഴ്സിറ്റി ഓപ്പൺ സൊസൈറ്റി പ്രൈസ് 2021. ഇത്തവണ മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ഫോർ സോഷ്യൽ സർവീസ് ഹാർമണി ഫൗണ്ടേഷന്റെ മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ഫോർ സോഷ്യൽ സർവീസും KK ശൈലജയ്ക്ക് കിട്ടിയിരുന്നു. ശ്രീ KK ശൈലജ ടീച്ചറിന് കിട്ടിയിരുന്നു. മദർ തെരേസ MT അവാർഡ് മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഇതാണ് രണ്ടാമത് കിട്ടിയ അവാർഡിന്റെ പേര്. സോ അമർത്യ സെന്നിന് കിട്ടിയ അവാർഡിന്റെ പേര് സ്പെയിനിൽ നിന്ന് കിട്ടിയ ഒരു അവാർഡാണ്. സ്പെയിനിലെ ടോപ്പ് അവാർഡ് എന്ന് പറയപ്പെടുന്ന 2021 പ്രിൻസസ് ഓഫ് അസ്റ്റൂരിയസ് അവാർഡ് ബൈ സ്പെയിൻ ഗവൺമെന്റ്. അതാണ് അമർത്യ സെന്നിന് കിട്ടിയ അവാർഡ്. അപ്പൊ ഇവിടെ എഴുതി വെക്കുന്നില്ല. പ്രിൻസസ് ഓഫ് അസ്റ്റൂരിയാസ് അവാർഡ്, പ്രിൻസസ് ഓഫ് അസ്റ്റൂരിയാസ്, ആ ഒരു പേര് മാത്രം, ആ ഒരു കോഡ് നെയിം മാത്രം ഓർത്തിരിക്കുക. പ്രിൻസസ് ഓഫ് ഞാൻ ഇവിടെ എഴുതി നോക്കാം. ASTURIA അസ്റ്റൂരിയാസ്, സ്പെയിൻ ഗവൺമെന്റ് ആണ്. ആ ഒരു അവാർഡാണ് അമർത്യ സെന്നിന് കിട്ടിയത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 20. വേൾഡ്സ് ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ് വാസ് പ്ലാന്റഡ് ഇൻ. ജനിതക മാറ്റം നടത്തിയ ആദ്യത്തെ റബ്ബർ ചെടി അല്ലെങ്കിൽ റബ്ബർ വൃക്ഷം പ്ലാന്റ് ചെയ്തത് ആസാമിലാണ്. 5 ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ ഡി ആസാമിലാണ് ഈ പറയുന്ന വേൾഡ്സ് ഫസ്റ്റ് GM ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ് ചെയ്തത് ആസാമിലാണ്. സോ ഇതിന്റെ കേരളമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പുതുപ്പള്ളിയിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് ഈ പറയുന്ന വേൾഡ്സ് ഫസ്റ്റ് GM പ്ലാന്റ് ഡെവലപ്പ് ചെയ്തത്. പുതുപ്പള്ളിയിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് RRII. ഇത് കോട്ടയത്താണ്. പുതുപ്പള്ളിയിൽ ആണ്. കോട്ടയത്തുള്ള പുതുപ്പള്ളിയിലാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. സോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വേൾഡ്സ് ഫസ്റ്റ് GM റബ്ബർ പ്ലാന്റ് ഡെവലപ്പ് ചെയ്തത്. അത് പ്ലാൻ ചെയ്തത് ആസാമിലാണ്. നമ്മുടെ വീഡിയോ ഓൾറെഡി നല്ല ലെങ്തി ആയിട്ടുണ്ട്. സോ നമുക്കൊരു 5 സെറ്റ് വഴി, അതായത് നമ്മൾ 5 വീഡിയോസ് കൂടിയാണ് ഈ മൊത്തം 2021 മൊത്തം കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. കാര്യം ഇത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്. കാര്യം 2020 മൊത്തം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്തിയാണ്. അപ്പം നമുക്ക് വളരെ ഷോർട്ട് ചെയ്ത് ഒരുപാട് സോഴ്സസ് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ
കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത്. ജസ്റ്റ് കേട്ടോണ്ട് കൂടെ ഒരു കാര്യമില്ല. കാര്യം 20 ചോദ്യം മാത്രം ഈ ഒരു സ്ലൈഡ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ലൈഡ് മാത്രം പഠിച്ചപ്പോഴത്തേക്ക് ഗുണമൊന്നുമില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള പോയിന്റുകളെല്ലാം വായിച്ചു പോകണം, അല്ലെങ്കിൽ എല്ലാം നോട്ട് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിച്ചു പോയാൽ മാത്രമേ കറണ്ട് അഫയേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അപ്പം ബാക്കി ഒരു 4 വീഡിയോസും നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങളുടെ ബാക്കിയുള്ള ആസ്പിറൻസിനും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. സോ താങ്ക് യു.